സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അലാക്കിൻ്റെ വെടിക്കെട്ട് കൊണ്ട് എൻ്റെ മക്കളെ ഓരോ വർഷവും എത്രയോ ആൾക്കാർക്ക് ജീവൻ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ നാഥന്മാരെ നഷ്ടപ്പെടുന്നത് അറിയാം. ഇന്നിപ്പോൾ 6 പേരാണ് മരിച്ചത്. എവിടെയാന്നല്ലേ, നീലേശ്വരത്ത് വെടിക്കെട്ടിൽ 6 പേര്. അതായത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അലാക്കിൻ്റെ അവിലങ്ങഞ്ഞികളിലെ ആ കമ്മിറ്റിക്കാർ ആ നായിൻ്റെ മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലത്ത് ഏതെങ്കിലും മണുകുണാഞ്ചന്മാർ കൊണ്ടുവന്നിട്ട് ഈ വെടിക്കെട്ടിൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുമോ? നിങ്ങളൊന്ന് പറ. അപ്പോൾ ഇവന്മാരുടെ ഇങ്ങനെയുള്ള തോന്നിയവാസം കൊണ്ട് മാത്രമാണ് അവിടെ ഇത്രയും വലിയൊരു അപകടമുണ്ടായത് എന്നുള്ളതാണ്. നമുക്കൊന്ന് നടന്നിട്ട് വരാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന മാസവും അടുത്ത മാസവും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇതുപോലെ വെടിക്കെട്ടുകളും വെടിയഭിഷേകങ്ങളും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ജനങ്ങൾക്ക് കാണാൻ നല്ല രസവുമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടാത്ത സ്ഥലത്ത് ഒരു ഗ്രൗണ്ട് പോലെയുള്ള ഒരു ഏരിയ ഉണ്ടാക്കുക. അവിടെയാണ് വെടിക്കട്ടെ, അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. അങ്ങനെ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. ഇത് ഓരോ വെടിക്കെട്ടിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തെ കാര്യം പിന്നെ ഭയങ്കര പറയാനേ ഇല്ല. അതായത് ഈ ശിവകാശി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടിലെന്ന് പറഞ്ഞാൽ നാഥനില്ല, ആണുങ്ങളില്ല, എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെടിക്കെട്ട് പോയതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അതായത് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഇതിങ്ങനെ വരുമ്പോഴും നമ്മൾ ആരും പഠിക്കുന്നില്ല ഇതിനെ പറ്റിയിട്ട്. നമ്മൾ വീണ്ടും എന്താണ് ചെയ്യുന്നത്? വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ മരിക്കുകയാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് വെടിക്കെട്ടില്ലാതെ ഉത്സവം നടത്തണമെന്ന് ഏതെങ്കിലും ഒരു അധികാരി പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരുദ്ധനാക്കും. അതാണ് ഹിന്ദു വിരുദ്ധനാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ വിരുദ്ധനാക്കി പിന്നെ അതായത് ഒന്നും പറയാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ ഹിന്ദു വിരുദ്ധനാന്ന് അപ്പോഴും പറയും ഹിന്ദു വിരുദ്ധനാന്ന് പറയാറുണ്ട്. ഇനി എന്തെങ്കിലും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യയായി പിന്നെയായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എന്താ പറയേണ്ടത്, പണ്ട് അരിക്കൊമ്പെന്ന് പറഞ്ഞ ആന ഇറങ്ങിയില്ലേ, ഈ ആന ഇറങ്ങിയൊരു ആനക്ക് ഫാൻസ് അസോസിയേഷനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫ്ലാറ്റുകളിലും അവിടെ ഇവിടെയൊക്കെ ജീവിക്കുന്ന ടീമുകളായിരിക്കും. ഇവന്മാർക്ക് ഇതിൻ്റെ വിഷമമൊന്നും അറിയണ്ട. ഇവന്മാർക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു ഹാഷ്ടാഗും കൊടുത്ത് അതിനൊരു ഇതും ഉണ്ടാക്കിയിട്ട് അരിക്കൊമ്പൻ ഫാൻസ് ഇത് മാത്രമേ കൊണ്ടു. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന അനേകം ആൾക്കാരുണ്ട്. അവരുടെ ബുദ്ധിമുട്ടൊന്നും വീട്ടുകൾക്ക് മനസ്സിലാവില്ല. അതുപോലെയാണ് ഈ വെടിക്കെട്ടിൻ്റെ കാര്യങ്ങളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണം വന്നിട്ട് ഫ്ലാറ്റിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കാണുന്ന ടീമുകളാണ് പറയുന്നത് വെടിക്കെട്ട് വേണേ എന്ന്. മനസ്സിലാക്കണം നിങ്ങൾ. ഏതെങ്കിലും ഒരുത്തൻ്റെ ജീവൻ ഒന്നും പോകത്തില്ല. ഈ പോകുന്നതായിരുന്നാന്ന് ഈ അത്താഴ പ്രശ്നക്കാരൻ്റെ ജീവിതമാണ്. പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെയെങ്കിലും ബന്ധങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടായിരിക്കും ഈറ്റങ്ങളെ ആരോടും പറയാതെ ഇതുപോലെയുള്ള സാധനം സൂക്ഷിക്കുന്നത്. അത് പൊട്ടിത്തെറിച്ചിട്ട് എത്ര പേരാന്ന് ഓരോ വർഷം. ഇത് ആരോട് പറയാനാന്ന്? ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 പേരായി മരിക്കുന്നത് ആ നീലേശ്വരത്തെ അവന്മാരുടെ ഭാര്യമാർക്കും കൂടി ജോലി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാവർക്കും ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട്. പിന്നെ അവരെ മാത്രം എന്തിനാ ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഈ കുറേ ആൾക്കാരുടെ ഒരു എന്താ പറയുക കുറച്ച് ഇതല്ലേ ഇത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ കമ്മിറ്റിക്കാർ എന്ന് പറയുന്ന നാറികൾ കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അവിടെ ഇതുണ്ടാവുമോ? നിങ്ങളൊന്ന് പറ. തൃശ്ശൂർ പൂരത്തിൽ ഈ വെടിക്കെട്ട് അലങ്കോലമാക്കി, തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പം കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അലങ്കോലമാക്കിയത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൽ അവർ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ചാണ്. അവിടെ ചില സമയങ്ങളിലൊക്കെ നമുക്കറിയാം ആളപായം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവർ വളരെയധികം സൂക്ഷിച്ചു കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഈ വെടിക്കെട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രതികളെ കൃത്യമായിട്ട് ശിക്ഷിക്കണം. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇവരൊന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കൃത്യമായിട്ട് ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ഇതങ്ങനെയല്ല. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവൻ ജാമ്യത്തിലിറങ്ങി പിന്നെ അതിൻ്റെ കേസ് അങ്ങനെ ആ വഴിക്കങ്ങ് പോകും. കുറേ കഴിഞ്ഞാൽ ഈ കേസ് എല്ലാവരും മറന്നും പോകും. പിന്നെ അത് ആര് ശിക്ഷിച്ചു എന്ത് ശിക്ഷിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം തന്നെ ഈ ഓരോരോ കാര്യങ്ങൾ കാണുന്നില്ലേ നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. എൻ്റെ മക്കളെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അതിൽ കണ്ട നല്ല സീനറി എന്നാണ് കടലിലെ ആ സീനറിയിലൊന്ന് കാണിച്ചു കൊടുക്കാം. അതെ ഫ്ലാറ്റൊക്കെ വേണ്ട. എന്താ ഇത് കാണുന്നത് എറണാകുളം പോലെ ഉണ്ടല്ലേ. ഇങ്ങനെയൊക്കെ മാറും ഒറ്റ സ്ഥലം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയിപ്പോൾ നമ്മളെ വിഷയത്തിൽ നിന്ന് ഞാനങ്ങനെ വ്യതിചലിച്ചു പോകുന്നില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ വെടിക്കെട്ട് എന്ന് പറയുന്നൊരു സാധനം എന്നും ഡേഞ്ചറാണ്. നമ്മളത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്.
എത്ര പേരാണ് ആശുപത്രിയിൽ കിടക്കുന്നത്. അന്ന് കാണുമ്പോൾ സങ്കടം തോന്നി. 10 പിന്നെ 30-40 ആൾക്കാർ പൊള്ളലേറ്റിട്ട്, ഗുരുതരമായിട്ട് പൊള്ളലേറ്റിട്ട് ഇങ്ങനെ കിടക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവരുടെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഈ മരിച്ചവരെ കുടുംബാംഗങ്ങളുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണം. അവരെത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവുമെന്നറിയാം. എല്ലാം കുടുംബത്തിലെ പാവങ്ങളല്ലേ. ഓട്ടോ ഡ്രൈവർമാരും അതുപോലെ തന്നെ നാടൻ പണിക്ക് പോകുന്ന ആളും ഇങ്ങനെയുള്ള ആൾക്കാരാണ് എല്ലാം മരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയില്ല അവരുടെ കുടുംബത്തിലുള്ള അവസ്ഥകൾ. അവരെ ഭാര്യമാർക്കാണ് ജോലി കൊടുക്കേണ്ടത്. ഏതായാലും ഇവിടെ എല്ലാ സകല എണ്ണത്തിനും ജോലി കൊടുക്കുന്നുണ്ട്. അവരെ ഭാര്യമാർക്കും കൂടി കൊടുക്കും ജോലി. അതാണ് വേണ്ടത്. വെറും 5 ലക്ഷം റുപ്യ മാത്രം കൊടുത്താൽ പോരാ, അവരെ ഭാര്യമാർക്കും ജോലി കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ വെടിക്കെട്ടിൻ്റെ മറ്റേ കമ്മിറ്റിക്കാർ ഇതൊക്കെ അവിടെ കൊണ്ട് വെക്കാൻ വെച്ച് പറഞ്ഞ ടീമുകൾ അവൻ്റെയൊക്കെ വീടും പറമ്പും വിറ്റിട്ട് ഇവർക്ക് നഷ്ടം കൊടുക്കണം. അതാ വേണ്ടത്. അങ്ങനെയൊക്കെ കൊടുക്കണം. എന്നാലും മാത്രമേ ഇവന്മാരൊക്കെ പഠിക്കത്തുള്ളൂ. അല്ലാതൊന്നും പഠിക്കൂല. എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അതാണ്. മിണ്ടിക്കഴിഞ്ഞാൽ ഹിന്ദു വിരുദ്ധനായി. പിന്നെ ഹിന്ദു വിരുദ്ധനാണ്. അയ്യോ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ അന്യം കിടന്ന് വിലസുന്നേ എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ തുടങ്ങുവാണ്. മനസ്സിലാക്കണം നിങ്ങൾ. എന്നാൽ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? അതുകൊണ്ടും ഇല്ലാതാനും പറഞ്ഞു. എല്ലാ ജാതി മതങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾ ഇതുപോലെയുള്ള കുടുക്കിൽ കൊണ്ടെത്തിക്കുന്നത്. ഈ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ ഇനി ജാതി മതമൊന്നുമില്ല. ഇത് എവിടുന്നാ പൊട്ടും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അതാ പൊട്ടുമ്പോഴേ നീ ക്രിസ്ത്യാനാണോ, നീ ഹിന്ദു ആണോ, നീ മുസ്ലിമാണോ എന്നൊന്നും ചോദിക്കൂല. അത് പൊട്ടുന്ന എല്ലാവരും കണക്കാണ്. അതിൻ്റെ അടുത്തുള്ളവനൊക്കെ പൊള്ളലേൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ നടക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു പ്രതിവിധി അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇനിയും 2 മാസം 3 മാസം ഇനി ഇതന്നെയാണ് പരിപാടി ഉള്ളത്. ഓരോന്ന് MR വേല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എമ്മാതിരി വെടിക്കെട്ടാണെന്നറിയാം. നമ്മുടെ ഈ ഭാഗത്ത് തന്നെയുണ്ട് ഒരുപാട് വെടിക്കെട്ടുകളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് മനുഷ്യന്മാർ ലക്ഷങ്ങളാണ് മുടക്കുന്നത് ഓരോ വർഷവും നടന്ന്. ഓരോ ഉത്സവ കമ്മിറ്റിക്കാരും 2, 3, 4 ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് മുടക്കുന്നത്. 5 ലക്ഷം മുടക്കുന്ന ടീമുണ്ട്. പക്ഷേ ഞാൻ ഇതിനൊക്കെ ഒരു കാര്യം കണ്ടേ. പണ്ടെപ്പോഴേ ഞാൻ ഏതോ ഒരു പേപ്പറിൽ വായിച്ചാന്നേ, ഏതോ ഒരു പള്ളി പെരുന്നാളിന് ഇതേപോലെ ഈ വെടിക്കെട്ട് ഒഴിവാക്കിയിട്ട് അവർ 2 കുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തു. അതിലൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് വരാം. ഉപകരിച്ച് കഴിഞ്ഞാലില്ലേ അതെല്ലാം നല്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതൊന്നും നോക്കൂലല്ലോ. ഇത് കുറച്ച് പ്രമാണിമാരുണ്ട്. വെടിക്കെട്ടില്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ആകാശം കിടിഞ്ഞു വീണ പോലെ. ആ ആനേനെ എഴുന്നള്ളിക്കൽ ഇപ്പോൾ അടുത്തന്നെ നിൽക്കുന്ന പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്ര മണിക്കൂറാണ് ഈ മിണ്ടാപ്രാണി ഇങ്ങനെ നിൽക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ആ ദിറ്റുകളെ ചെയ്യത്തുണ്ടല്ലോ അവിടുന്ന്. അതൊക്കെയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവം എന്നാണ്. പൊതുവായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ഈ 2-3 ദിവസമായി ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഈ വീഡിയോ എടുക്കണമെന്നേ. അപ്പോഴാണ് ഇന്നും ഒരാൾ മരിച്ചത്. അപ്പോൾ ടോട്ടൽ മരണം എന്ന് പറഞ്ഞാൽ 6 ആയിരുന്നു. അപ്പോഴാണ് പിന്നെ എന്താ പറയേണ്ടത്, ഇതിനെ പറ്റിയിട്ട് ഒരു ബോധവൽക്കരണം. ഏതെങ്കിലും ഒരുത്തൻ ഈ വീഡിയോ കണ്ടിട്ട് തലക്ക് വെളിവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാണ്ട്. പിന്നെ വേറെ കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ സ്വകാര്യം പറയുന്നതാണ്. എവിടെയെങ്കിലും വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. അതായത് മെല്ലെ കുറച്ച് ദൂരെങ്ങാറ്റം മാറിയിരുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വെടിക്കെട്ടിനെങ്ങാറ്റം പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബങ്ങളെ നിങ്ങൾ എപ്പോഴും സേഫാക്കണം. അതായത് വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും സേഫായ ഒരു സ്ഥലത്തിരിക്കുക. കാരണം വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. ഇവർ എവിടെയാന്ന് പടക്കം സൂക്ഷിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇല്ലെങ്കിലും ഒരു കാര്യം, ഈ കമ്മിറ്റിക്കാരുടെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കണം. അതാ വേണ്ടത്. അങ്ങനെയായാലും കുഴപ്പമില്ല. ഒന്നും അറിയില്ല. ഈ നീലേശ്വരത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും അറിയില്ല ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പടക്കം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന്. ഒരാൾക്ക് പോലും അറിയില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇരിക്കുമോ? അതിൻ്റെ തിണ്ണയിലൊക്കെ എത്ര ആൾക്കാർ, ആ ഒരു കെട്ടിടത്തിൻ്റെ തിണ്ണയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെയല്ലേ ഇട്ട് പൊട്ടിച്ചു വിട്ടായിരുന്നു. ആദ്യത്തെ ദുരന്തമായത് ഇത് കാണിച്ചു കൊടുക്കൽ മാത്രമാണ്. ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൃപ്പൂണിത്തുറയിലെങ്ങാറ്റം ഇതുപോലെ പൊട്ടിയിട്ട് അവിടെയുള്ള വീടുകൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ലോണെടുത്ത് വീടുണ്ടാക്കിയതാണ്. ആ വീടുകൾ മുഴുവൻ നശിച്ചു പോയി നടന്നത്. 10 പൈസ കിട്ടൂല മക്കളെ. പഞ്ചായത്തിൽ നിന്ന് 25,000 രൂപ കിട്ടുമായിരുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ഉറുപ്പ്യ നിങ്ങൾക്ക് കിട്ടൂല കടപ്പടം പോയി കഴിഞ്ഞാൽ. പോയത് തന്നെയാണ്. ബാങ്കുകാർ പറയും ഞങ്ങൾ ലോൺ കൃത്യമായിട്ട് അടക്കണമെന്നും പറയും. കാരണം എന്താ വെച്ചാൽ മുണ്ടക്കൈയും ചുവരിലെ വലിയ ആൾക്കാർ, വീടുമില്ല ആൾക്കാരും ഇല്ല. എന്നിട്ട് ഇപ്പോൾ അവർ ലോണിന് വേണ്ടി അടക്കലാണ്. ഇപ്പോൾ ബാങ്കുകാർ ഈ ലോൺ എങ്ങനെയും ഒന്ന് അടച്ച് തീർക്കണമെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അങ്ങനത്തെ ബാങ്കുകാരാണ്. പിന്നെ നിങ്ങൾക്ക് വീട് പോയി കഴിഞ്ഞാൽ അവർ ഇവരെ വീട് പോയതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ എവിടെയെങ്കിലും ഇതുപോലുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള ചെറുപ്പക്കാരുകൾ എല്ലാവരും പറയാം ഇവിടെ ഈ പരിപാടി നടത്താൻ പറ്റൂല, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നടത്തണം എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്തോ. ഈ കടലിലൊന്ന് കാണിച്ചു കൊടുക്കുക. ഒന്ന് കാണട്ടെ എല്ലാവരും. നമ്മളെ സബ്സ്ക്രൈബേഴ്സിലൊന്ന് കാണട്ടെ. അപ്പോൾ നന്ദി, നമസ്കാരം.